ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ കാർഡ് എടുക്കാം. ഓറക്കിൾ കാർഡിൽ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഫിനിക്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഫിനിക്സ് എന്ന് പറയുമ്പോൾ ദ ന്യൂ ഫേസ് ഓഫ് യുവർ ലൈഫ് സ്റ്റാർട്ട്സ്. ജീവിതത്തിൽ ഒരു പുതിയ ഫേസ് തുടങ്ങുകയാണ്. റിന്യൂ ചെയ്യപ്പെടുന്നൊരു സമയം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നൊരു സമയം, നിങ്ങൾ ഗ്രോ ചെയ്യുന്നൊരു സമയം, മൈൻഡിൽ ഒരുപാട് ചേഞ്ചസ് വരുന്ന സമയം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത് ഗോൾഡൻ മിററാണ്. ഗോൾഡൻ മിറർ എന്ന് വെച്ചാൽ ഒരു നാർസിസ്റ്റ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ട്, എനർജി കാണിക്കുന്നു. ഒരു സെൽഫ് അബ്സോർഡ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ, ഒരു ലവ് ബോംബിംഗ് ഒക്കെ ചെയ്യുന്ന, ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് മാത്രം ആഗ്രഹിക്കുന്ന, എന്ന് വെച്ചാൽ അങ്ങോട്ട് മാത്രം റിലേഷൻഷിപ്പിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കൊടുത്തുകൊണ്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള ഒരു പലതരത്തിലുള്ള നാർസിസ്റ്റ് മെൻറ്റാലിറ്റികളുണ്ടല്ലോ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ചേസറുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും ചേസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ മറ്റേ ആളായിരിക്കും ചേസ് ചെയ്യുന്നത്. അപ്പോൾ ചേസിങ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഉപേക്ഷിക്കുമോ. അപ്പോൾ നാർസിസ്റ്റ് വരുമ്പോഴത്തേക്കും എന്തായാലും നാർസിസ്റ്റിൻ്റെ പണി അയാളെ കൊണ്ട് ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും വന്നിട്ടുണ്ട്, നാർസിസ്റ്റും ഉണ്ട്, ഒരു ചേസറും ഉണ്ട്. എന്നെ ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട്, മറ്റേ ആളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ട് ചില ആൾക്കാർ ഒരാളെ ചേസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ചേസറിനെയും നമുക്കിതിനകത്ത് കാണാം. പിന്നെ ആസ് യൂഷ്വൽ റിലേഷൻഷിപ്പിനകത്ത് സെഡക്ഷൻസ് കാണുന്നത് പോലെ ഇതിനകത്ത് സെഡക്ഷൻസും ഉണ്ട്. ഒരു അട്രാക്ഷൻ, ഒരു ഫ്ലേർട്ടിങ്, ഡേറ്റിംഗ്, ഹൂക്കപ്പിംഗ്, ടെംപ്ടേഷൻ, ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫറൻസ്, ഇതിലേതൊക്കെയോ ഇതിനകത്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓറക്കിൾ കാർഡിൻ്റെ റീഡിംഗ്. നമുക്ക് ടാരോട്ട് കാർഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ ടാരോട്ട് കാർഡിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഇവിടെ ഒരു എല്ലാം തികഞ്ഞ ഒരാളിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ആൾക്ക് വീടുണ്ട്, അയാൾക്ക് പണമുണ്ട്, ആഭരണങ്ങളുണ്ട്, വളർത്തു നായ്ക്കളുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഒരു കുടുംബസ്ഥന് അയാൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളൊരു ആളിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡിനകത്ത് നമുക്ക് മനസ്സിലാവും എല്ലാ ആക്ഷൻസിനും കോൺസിക്വൻസസ് ഉണ്ട്. നമ്മളെ ആക്ഷൻസിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന കർമ്മയും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആക്ഷൻസ് എങ്ങനെയായിരുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കർമ്മഫലങ്ങളും. അതുപോലെ ഇതിനകത്ത് ചില ലീഗൽ മാറ്റേഴ്സ് നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ട് റിസോൾവ് ആവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ബാലൻസ്ഡ് ഒരു ഫോർമാറ്റിൽ പോകും. ഓക്കെ, അതാണ് ലിബ്രയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. മൂന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നൈറ്റ് ഓഫ് വാൻഡ്സ് പറയുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നന്നായിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടേക്ക് ആക്ഷൻസ്, പുട്ട് യുവർ ഐഡിയാസ് ആൻഡ് പ്ലാൻസ് ഇൻ ടു മോഷൻ. മനസ്സിൽ തന്നെ ചിന്തിച്ചിരിക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയകളെല്ലാം പ്രാവർത്തികമാക്കണം എന്നാണ് നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ ഒരു മീനിങ്. സ്കോർപിയോ ആൻഡ് സാജിറ്റേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അടുത്ത കാർഡ് ഇത് എംപ്രസിൻ്റെ കാർഡാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ എവിടെയോ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കാണുന്നുണ്ട്. ഒരു മദർഹുഡ്, ഒരു അമ്മ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്. നിങ്ങളെ ഇൻറ്റ്യൂഷൻസ് ശ്രദ്ധിക്കാനും കൂടിയാണ് എംപ്രസ് കാർഡ് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് എനർജി ആയിട്ട് വന്നിരിക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു വിവാഹിതനെയും കാണുന്നുണ്ട്,
അതുപോലെ ഒരു എംപ്രസ് കാർഡ് കാണുന്നുണ്ട്. ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത കാർഡെന്ന് വെച്ചാൽ 7 ഓഫ് വാൻഡ്സ് ആണ്. 7 ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ ചില ഹരാസ്മെൻറ്റ്സ്, ബ്ലെയിമിങ്, ഇതെല്ലാം നിങ്ങളുടെ നേരെ വരാനുള്ള ചില ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. അറ്റാക്ക്, ബീയിങ് ഹരാസ്ഡ്, ഇതൊക്കെയാണ്. ബട്ട് യു ആർ റെസിസ്റ്റിംഗ് ഓൾ ഓഫ് ദിസ്. നിങ്ങൾ ഇതെല്ലാം സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യണം എന്നാണ് ഈ കാർഡ് ആവശ്യപ്പെടുന്നത്. ബി പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡിഫെൻസീവ്, സെൽഫ് ഡിഫെൻസീവ് ആയിരിക്കണം. ഓക്കെ, ദെൻ ചാലഞ്ചസ്, കോമ്പറ്റീഷൻസ് എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക്. അടുത്ത കാർഡെന്ന് വെച്ചാൽ 8 ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കൊണ്ടുതരും. പക്ഷെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. റിപ്പീറ്റായിട്ട് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ മാസ്റ്റർ ആയിട്ടുണ്ട്. ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു സ്കിൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷമുള്ള കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു ചെറിയ ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ഒരു ചെറിയ വലിയതായിട്ടുള്ളൊരു പ്രേമബന്ധം, സ്നേഹബന്ധം അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒരു ചെറിയൊരു സ്നേഹബന്ധം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലായിരിക്കും. ഓക്കെ, ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അതിനടുത്ത് വന്നിരിക്കുന്നത് ദ എംപറർ കാർഡാണ്. എംപറർ കാർഡെന്ന് വെച്ചാൽ എപ്പോഴും ലോജിക് ഓവർ ഇമോഷൻസ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എംപറർ. എപ്പോഴും മൈൻഡ് ഓവർ ഹാർട്ട്, ഇമോഷൻസിനെല്ലാം ഫീലിങ്സ് കൊടുത്തിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരാളാണ് എംപറർ. ഇവിടുത്തെ എംപറർ കോൺസെൻട്രേഷൻ, സ്റ്റെബിലിറ്റി, ഫോക്കസ്, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഐഡിയാസിനെയും ഡ്രീംസിനെയും എല്ലാം റിയാലിറ്റിയിലാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, നടക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ടവർ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾക്കെല്ലാം ഒരു ടവർ സിറ്റുവേഷൻ വരും. അൺഅവോയ്ഡബിൾ ആണ്, മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അതിനുശേഷം വന്നിരിക്കുന്നത് ഒരു ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നേരത്തെ ഒരു പേജ് ഓഫ് കപ്സിന് എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സോൾമേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് സാധ്യത കാണുന്നു. ചില ആൾക്കാർക്ക് മാരേജ് കാണുന്നു. ഓക്കെ, സംതിങ് ലൈക്ക് എ പാർട്ട്ണർഷിപ്പ്, ലവേഴ്സ് കാർഡ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നൊരു കാർഡാണ്. ഇതൊരു ഗുഡ് ലക്ക്, ഒരു ഗ്രോത്തിൻ്റെ കാർഡാണെന്ന് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ചില ഫോർച്യൂൺ സിഗ്നൽസ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്കത് കിട്ടിയിരിക്കും എന്നാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു.